ഹായ് ഓൾ, വെൽക്കം ടു ശിവോഹം. കോച്ചിങ് സമയത്ത് പല ആൾക്കാരുടെയും ഒരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സംശയമാണ്. പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കുന്നു. ചില വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്നൊരു മോട്ടിവേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ചില തീരുമാനങ്ങൾ എടുക്കുന്നു. പക്ഷെ അതൊന്നും സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പാതി വഴിയിൽ വെച്ചിട്ട് ഗോളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതെനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ആൻസറായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് കോച്ചിങ് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷൻ സംതിങ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് വേണ്ടത്. നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും തുടക്കത്തിൽ നമ്മൾ നല്ല കോൺഫിഡൻസോടുകൂടി ഇറങ്ങും. അതാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് ചിന്തിക്കുന്നു. പക്ഷേ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ശരിക്കും സെൽഫ് കൺസെപ്റ്റാണ്. അതായത് നമുക്ക് നമ്മളെക്കുറിച്ച് ആദ്യം ഒരു ധാരണ വേണം. അതായത് നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ, ഇതൊക്കെയാണ് എൻ്റെ കപ്പാസിറ്റി, ഇങ്ങനെയുള്ളൊരു ധാരണ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് അവിടെ നമുക്ക് എന്താ നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷേ ആദ്യം ഉണ്ടാക്കിയെടുത്ത ധാരണ നെഗറ്റീവാണ്. സോ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി റെക്കോർഡഡ് ആണ്. ചിലപ്പോൾ കുഞ്ഞുനാൾ മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല, നീ അങ്ങനെയാണ്, മടിയനാണ്, മടിച്ചയാണ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ നമ്മൾ തന്നെ ഇത് കേട്ട് നമുക്ക് തന്നെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ടാവും, ഇതാണ് എൻ്റെ കപ്പാസിറ്റി, എനിക്ക് ഇതിനപ്പുറം പോകാൻ പറ്റില്ല. ഓക്കെ, ഇത് പഠിക്കുന്ന കാര്യത്തിലായാലും ജോലി ചെയ്യുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ ഫൈനാൻഷ്യലി സെറ്റിലാവുന്ന സമയത്തൊക്കെ നമ്മളൊരു ധാരണ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് ഈ ഒരു കാര്യം നമ്മൾ ആദ്യം മാറ്റിയെടുക്കാൻ ശ്രമിക്കണമെങ്കിൽ മാത്രമേ മുമ്പോട്ടേക്ക് നമ്മൾ എത്ര ഹാർഡ് വർക്ക് എടുത്ത് പോയാലും നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ, വിജയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും. ഓക്കെ, പല ആൾക്കാർക്കും ചില കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മടുപ്പ് ഫീൽ ചെയ്യും, ഹെൽത്ത് ഇഷ്യൂസ് ഫീൽ ചെയ്യും, അപ്പം ടയേർഡാവും. നമ്മൾ ഹെൽത്തിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഒരുപാട് റെക്കോർഡിങ്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫൈനാൻഷ്യലി കപ്പാസിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് എൻ്റെ സാലറി ഇതാണ്, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, എൻ്റെ സാലറി ഇതാണ്, ഇതേ സാലറി തന്നെ ഒരുപാട് വർഷങ്ങൾ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സാലറി ഇതാണ്, എനിക്കിതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ജീവിതം ഇതാണെന്ന് പറഞ്ഞൊരു കറക്റ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി വെച്ചു. എന്ത് ധാരണയാണെന്നറിയോ, നെഗറ്റീവാണത്. അപ്പോൾ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ, അപ്പം വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ എനിക്ക് അവകാശമില്ല, അപ്പം ഇത്തരത്തിലുള്ളൊരു ജോലിയൊക്കെ എനിക്ക് കിട്ടുള്ളൂ, അപ്പോൾ എൻ്റെ കപ്പാസിറ്റി ഇതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിധി നമ്മളെ തേടിയെത്തുന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ വിജയിക്കാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. നമുക്ക് വിഷ്വലൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഇമാജിനേഷൻ, പോസിറ്റീവ് അഫർമേഷൻ, ഇതൊക്കെ വഴി നമുക്ക് ആ ഒരു നമ്മുടെ മൈൻഡിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആ നെഗറ്റീവായിട്ടുള്ള ധാരണ മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കും. ആദ്യം ഇതൊക്കെ റിമൂവ് ചെയ്ത് മൈൻഡിനെ നമ്മളൊന്ന് റീപ്രോഗ്രാമിങ് ചെയ്തെടുത്താൽ പല കാര്യങ്ങളും നമുക്ക് സക്സസ് ആയിട്ട് വരും. ഓക്കെ, നമ്മുടെ മൈൻഡിൻ്റെ കപ്പാസിറ്റിയിൽ നമ്മുടെ കപ്പാസിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിഞ്ഞ് വർക്ക് ചെയ്താൽ ഷുവറായിട്ട് നമുക്ക് പറ്റും. പഠിക്കുന്ന കാര്യത്തിലായാലും ജോലി ചെയ്യുന്ന കാര്യത്തിലായാലും എന്ത് ബിസിനസ് ആയാലും എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, മഹാന്മാരുടെയൊക്കെ സ്റ്റോറി ഇതൊക്കെ നിങ്ങൾ ആത്മകഥ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഒരുപാട് മോട്ടിവേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരൊക്കെ മൈൻഡ് സെറ്റ് ആണ് ആദ്യം മാറ്റിയെടുത്തത്. അവരുടെ പേഴ്സണാലിറ്റി അവർ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ അവർക്ക് ഭാഗ്യം കൊണ്ട് സംഭവിച്ചതല്ല ഒന്നും. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അവരവരുടെ മൈൻഡ് സെറ്റാണ് ആദ്യം മാറ്റിയെടുത്തത്. അപ്പോൾ ഓരോ കാര്യവും നേടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു മനസ്സിലാക്കാം, ഒരു ഗോൾ നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഗോൾ നമ്മൾ മുമ്പിൽ ആദ്യം കാണുന്നു. കറക്റ്റായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഗോളാണ്. അതായത് കറക്റ്റായിട്ടുള്ളൊരു എയിം നമുക്ക് വേണം, എങ്കിൽ മാത്രമേ അത് സക്സസ് ആയിട്ട് പോവുള്ളൂ. ചില ആൾക്കാർ 1, 2, 3 എയിമൊക്കെ വയ്ക്കും മനസ്സിൽ, എന്നിട്ട് അതിന് മേലെ വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കറക്റ്റായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റണം. ആ ഗോളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, എന്നിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. ആ ഒരു പാഷൻ നമ്മുടെ ഉള്ളിൽ ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പം ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അത് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സെറ്റ് ചെയ്യുക. കുറച്ചൊരു സമയമെടുത്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സക്സസ് ആവും. ഒരു പ്ലാനിങ്ങോടുകൂടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. വിഷ്വലൈസേഷൻ, ഇമാജിനേഷൻ, ഇതൊക്കെ നമ്മളെ അതിൻ്റെ ഒരു വിജയത്തിലെത്തിക്കും. ഇവിടെ നമുക്ക് മാനിഫെസ്റ്റേഷൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നത് വഴി സക്സസ് ഉണ്ടാവും.
കാരണം വിജയം നമ്മളിൽ നിന്ന് തന്നെയാണ് വരുന്നത്, നമ്മളാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ക്ലിയർ പിക്ചർ വേണം. അതിന് വേണ്ടിയിട്ട് പഴയ കാര്യങ്ങൾ, പഴയ നിങ്ങളുടെ സക്സസ് ഒക്കെ എടുത്ത് കീറി മുറിച്ച് പരിശോധിക്കാം. എന്ന് വെച്ചാൽ ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് എഴുതാൻ തുടങ്ങാം. പണ്ടത്തെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ സക്സസ് ആയിട്ടുണ്ട്, എന്തൊക്കെ അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ അതൊക്കെ നിങ്ങൾ എഴുതുന്നത് വഴി നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിച്ചു വരും. ഉള്ളിൻ്റെ ഉള്ളിലെ ഞാൻ ആരാണ്, എൻ്റെ പവർ എന്താണെന്ന് തിരിച്ചറിയാൻ ഇതൊക്കെ നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ നമ്മളെ സ്വയം ഡെവലപ്പ് ചെയ്ത് എടുത്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഒരു പവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നിനും തളർത്താൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങളാണ് നിങ്ങളെ വിലയിരുത്തേണ്ടത്, മറ്റുള്ള ആൾക്കാരല്ല നിങ്ങളെ വിലയിരുത്തേണ്ടത്. മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങളെ ജസ്റ്റ് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അവർ പറയുന്ന നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നിങ്ങളെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആദ്യം നിങ്ങൾക്കൊരു ധാരണ വേണം. ഇതാണ് നിങ്ങളുടെ ഇന്നർ മിറർ എന്ന് പറയുന്നത്. നിങ്ങളെ വിലയിരുത്തുന്ന ആ ഒരു പ്രോസസ്സാണ് ഇന്നർ മിറർ. ഓക്കെ, ആ ഒരു ഇന്നർ മിററിൽ നിങ്ങളെ സ്വയം വിലയിരുത്താം. നമ്മളൊരു കണ്ണാടി നോക്കിയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ തിരുത്തുന്നില്ലേ, അതുപോലെ നമ്മളെ ഇന്നർ മിററിൽ സ്വയം നമ്മളെ തിരുത്താൻ തയ്യാറാവണം. എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും വിജയിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഔട്ട്സൈഡ് വേൾഡ് നിങ്ങൾ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. സ്വയം വിലയിരുത്തി ആ ഒരു പവർ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ കറക്റ്റായിട്ടുള്ളൊരു കോൺസെൻട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവായിട്ടുള്ള സിഗ്നൽസ് പാസ്സാവും. സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ അത് ഒരു ഓർഡറായിട്ട് സ്വീകരിച്ചിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എല്ലാ കാര്യത്തിലും. അതിൻ്റെ കൂടെ വിഷ്വലൈസേഷനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ പിക്ചറും ഇമോഷൻസൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത്, മാനിഫെസ്റ്റേഷൻ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കറക്റ്റായിട്ടൊരു വിഷ്വലൈസേഷൻ പിക്ചർ കൂടി അതിൻ്റെ കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വർക്കൗട്ടാവും. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഞാൻ പറഞ്ഞു എപ്പോഴും സ്റ്റിമുലൈ യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഒരു പിക്ചർ കൊടുക്കുക. നിങ്ങൾ എങ്ങനെ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വിജയിച്ച നിങ്ങൾ ആ ഒരു സീറ്റിൽ നിങ്ങളിരിക്കും